ഇപ്പോൾ മുൻ DCC തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ഉദയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉദയകുമാർ, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അധികാര രാഷ്ട്രീയ, അതായത് തലസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്ന വ്യക്തിയാണ് താങ്കൾ. ഈ ത്രയം, അതായത് VD സതീശൻ, ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനെ തലസ്ഥാനത്ത് നിരീക്ഷിച്ച വ്യക്തിയാണ് താങ്കൾ. ഒപ്പം തന്നെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ രീതികളും പിന്നീട് വന്ന രീതികളെക്കുറിച്ചും താങ്കൾക്കറിയാം. ഇപ്പോൾ ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. VD സതീശൻ്റെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ 3 വർഷം മുമ്പ് തന്നെ സതീശന് മുന്നിൽ എത്തിയിരുന്നു. അന്നൊരു നടപടിയും എടുക്കാത്തതാണ് ഈ 6 പേരുടെ പരാതിയിലേക്ക് അവസാനം എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇത് കോൺഗ്രസിനെ കൊണ്ട് നശിപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടായി മാറുകയാണോ നിലവിൽ, ശ്രീ ഉദയകുമാർ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അപ്പോഴേ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടത്, അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി താനാണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത്തരം ആൾക്കാരെ കൂട്ടി ഇതുപോലെയല്ല പല ആൾക്കാരും, അഴിമതിക്കാരും ജയിലിലും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടി പുള്ളി ഒരു ടീം ഉണ്ടാക്കി മാറ്റി എന്നുള്ളതാണ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, അതിനേക്കാൾ വേറെന്തെങ്കിലും ഒരു പേര് ഉപയോഗിക്കേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒന്ന് നോക്കൂ, ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ്, ഒരു നടപടി സ്വീകരിച്ചു, തിടുക്കത്തിൽ നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ വേഗത്തിൽ നടപടി സ്വീകരിച്ചു. അതല്ല ഇതിനകത്ത് യഥാർത്ഥത്തിൽ സതീശന് അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ എന്താണ്. ഇപ്പൊ താങ്കൾക്കറിയാം, ഞാൻ KPCC ആയിട്ട് വളരെ അടുത്ത് സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നേരത്തെയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് അതാണ് പറഞ്ഞത്, പാർട്ടിയിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അന്ന് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അതിന് തടസ്സം നിന്നത് VD സതീശനാണ്. കാരണം സതീശൻ ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ട് നടന്നാലേ പറ്റുള്ളൂ. അല്ല ശ്രീ ഉദയകുമാർ, താങ്കൾ പറഞ്ഞതിൽ ഒരു ചോദ്യം കൂടി. VD സതീശന് 3 വർഷം മുമ്പ് ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിരുന്നു. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് KPCC അധ്യക്ഷൻ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പരാതി വന്നിട്ടുണ്ട്. അങ്ങനെയാണോ? താങ്കൾക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണോ അത്? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഞാൻ ആ പേരിപ്പോ പറയുന്നില്ല. അപ്പൊ അത് പറയാൻ അറിയാമല്ലോ, ഞാനത് പറയുന്നത് ശരിയല്ല. വന്നിട്ടുണ്ട്. ഞാൻ ഈ പരാതി നേരിട്ട് കണ്ടവനാണ്. ഈ പയ്യനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇയാളുടെ പ്രവൃത്തി അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ ഇത്തരക്കാരനാണെന്നുള്ളത്. അതിപ്പോ ഈ പറയുന്ന പല നേതാക്കൾക്കും അറിയാം. പക്ഷെ ഇവരെ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരൊക്കെ വളർന്നു പോയി എന്ന് അല്ലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുമാത്രം അഹങ്കാരമാണ് ഇതിന്റെ പേരിൽ കാണിക്കുന്നത്. ഇപ്പൊ തന്നെ PT ഭാര്യ, അത് നമുക്ക് ആർക്കും അവരെ ഒന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് പാർട്ടിയാണ് അവരെ വിളിച്ച് കൊണ്ടുവന്ന് ഒരു സീറ്റ് കൊടുത്ത് അവരെ മത്സരിപ്പിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയെ പോലും എന്തുമാത്രം നമുക്ക് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ അപമാനിക്കുന്നു. അപ്പൊ അത്തരം ഒരു ഗ്രൂപ്പ്, അതായത് ആരെ എന്തും പറയാം, എനിക്കത് വ്യക്തിപരമായ അല്ലാതെ പറയാം, ഒരു തീവ്രവാദ ഗ്രൂപ്പ് കോൺഗ്രസിലുണ്ടായി. അതിന് കാരണക്കാരൻ VD സതീശൻ മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. മാത്രമല്ല അദ്ദേഹം പണ്ട് ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്, അത് മറയ്ക്കണം. അപ്പൊ ഇവരെയൊക്കെ കൂടെ കൂട്ടണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇവരെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഷാഫി പറമ്പിലിനെയോ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെയോ നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം ഒന്ന് ഉറഞ്ഞു തുള്ളിയല്ലോ, ഞാൻ നടപടി സ്വീകരിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയില്ല. തൊട്ടടുത്ത ദിവസം ഇതാണോ നടപടി? ഇതുകൊണ്ട് എന്താവാനാണ്? ഇപ്പൊ പാർട്ടിയുടെ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ ഞാൻ നന്നായി വായിച്ചു പഠിച്ചവനാ. ഇത് ഒരു നടപടിയല്ല. അങ്ങനെയാണ് MLA സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടതാണ്. അല്ല, അതാണ് താങ്കൾ പറഞ്ഞല്ലോ ഉദയകുമാർ. ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭരണഘടന താങ്കൾക്കറിയാം, താങ്കൾ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ ആ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആദ്യം ഒരു ആരോപണ വിധേയനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം വഹിക്കുന്ന പദവികൾ, അത് ഗ്രാമപഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്തായാലും MLA ആയാലും പാർലമെന്റ് അംഗമായാൽ പോലും ആ പദവി ആദ്യം രാജിവെക്കുന്നതാണ് യഥാർത്ഥ നടപടി. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിവിടെ നടന്നിട്ടില്ല. അതാണ് കണ്ണിൽ പൊടിയിടൽ എന്ന് പറയുന്നത്. അതല്ലേ ശരി? തീർച്ചയായിട്ടും. ഈ കത്തെവിടെ? താങ്കളൊരു മാധ്യമരംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളാണല്ലോ. ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചാലോ അല്ലെ ഒരാളെ പുതുതായി നിയമിച്ചാലോ ഒരു കത്ത് കാണുമല്ലോ. ഇന്ന ആളെ ഇന്ന പദവിയിൽ നിയമിച്ചിരിക്കുന്നു, അല്ലെ ഇന്ന ആളെ ഇന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു ഒരു കത്ത് കാണും. ഇതിലെന്തേ കത്തില്ലാത്തത്? കത്ത് പുറത്തു വന്നാൽ ഈ കത്തുമായി ആരെങ്കിലും കോടതി പോയാൽ മറുപടി പറയേണ്ടി വരും. അവർക്കറിയാതെ അങ്ങനെ ഒരു കത്ത് ഉണ്ടോന്ന് പോലും സംശയമാണ്. പറഞ്ഞാൽ മതിയോ? KPCC പ്രസിഡന്റ് വന്ന് പറയുക ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എവിടെ കത്ത്? അതിന് ആരെങ്കിലും വേണ്ടുന്നുണ്ടോ?
അതെ ആരെങ്കിലും അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. മുൻകാലങ്ങളിലൊക്കെ ആർക്കെതിരെങ്കിലുമൊക്കെ സുധാകരൻ ഇരുന്ന സമയങ്ങളിൽ തന്നെ ചില KSU നേതാക്കൾക്കെതിരെ അടക്കം നടപടിയെടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു വാർത്താക്കുറിപ്പ്, ഒരു വിശദീകരണക്കുറിപ്പ് KPCCയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നില്ല. താങ്കൾ പറഞ്ഞപ്പോഴാണത്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നേരത്തെ സ്പീക്കർ AN ഷംസീർ തന്നെ പറഞ്ഞ കാര്യമുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ. ഈ സണ്ണി ജോസഫ് അന്ന് പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തും രാഹുൽ മാങ്കൂട്ടത്തിലെ, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വാക്കാൽ പറഞ്ഞു പോവുകയാണ്. പിന്നെ ആണ് എത്ര നാളത്തേക്കാണ് ഇവർ പറയുന്നത് സസ്പെൻഷൻ, അതിൻ്റെ കാലാവധി എത്ര നാൾ വരെയാണ്? സാധാരണ സസ്പെൻഷൻ 1 മാസമാണോ അല്ലെങ്കിൽ 6 മാസമാണോ? ഇങ്ങനെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് വളരെ കൃത്യമാണ്. ഒരേ സമയം തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണിൽ പൊടിയിടുന്നു, പൊതുസമൂഹത്തിന് മുന്നിലും കണ്ണിൽ പൊടിയിടുന്നു. അല്ല, ഇതിനകത്ത് അതാണ് കാര്യം. ഇത് മോഡൽ ഞാൻ മനസ്സിലാക്കുന്നത് AICC നേതൃത്വം, ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇതിനെതിരെ ശക്തമായി നിൽക്കുന്നുണ്ട്, ഇവരെ മാറ്റി നിർത്തണമെന്നുള്ളത്. പക്ഷേ ഇതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സതീശന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ സതീശന്റെ കയ്യിലെ ഒരു കളിപ്പാവയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KPC പ്രസിഡന്റ് ഇപ്പൊ ഇല്ല. കാരണം രണ്ടും ഇപ്പൊ സതീശൻ തന്നെയാണ്. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പൊ ഇത് ആരാണ് ഇത് ചോദിക്കുക? പാർട്ടിക്കകത്ത് ആരെങ്കിലും ഒരാൾ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കുക എന്നുള്ളത്. ഇവർ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളോട് ഭയങ്കരമായ രീതിയിൽ അവരെ സ്ത്രീകളെ അമ്മയായി കാണുന്നു, സഹോദരിയായി കാണുന്നു. അപ്പൊ ഇവരാരും സഹോദരിമാരല്ലേ? ഇപ്പൊ ഷാനി മോൾ ഉസ്മാൻ ആയിക്കോട്ടെ, ഈ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അങ്ങ് സൈബർ ആക്രമണം നടത്താണ്. ഇപ്പൊ തന്നെ റിനിയുടെ കാര്യം, ആ കുട്ടി അത് വന്ന് പറഞ്ഞു, അന്വേഷിക്കട്ടെ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ ആരോപണ വിധേയനായ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് ഇതിന്റെ നടപടി സ്വീകരിച്ചു എന്ന് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹം എന്താ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന എന്തിനാ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് പറയാമല്ലോ. ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ നടപടി സ്വീകരിക്കൂ, ഞാൻ എന്തിനും തയ്യാർ എന്ന് രാഹുൽ മാങ്കൂട്ട എന്തേ പണ്ട് വെല്ലുവിളിച്ച ഒരുപാട് വെല്ലുവിളികളൊക്കെ താങ്കളും ഞാനും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ വെല്ലുവിളിയൊക്കെ ഇപ്പൊ എവിടെ പോയി? ആ വെല്ലുവിളി ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുള്ളി അതിൽ തെറ്റുകാരനാണെന്ന് തന്നെയല്ലേ? അല്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ട പുള്ളിയല്ലേ? ഇപ്പൊ പറയുന്നത് എന്താ? ആരോപണം ഉന്നയിച്ച ആൾക്കാർ അതെന്താന്ന് അന്വേഷിക്കട്ടെ. അതെന്തിനാ ആരോപണം ഉന്നയിക്കുന്ന ആളെ അന്വേഷിക്കണ്ടേ? ആരോപണ വിധേയനായ ആളല്ലേ അന്വേഷിക്കേണ്ടത്. അതിനെന്താ ഇവര് ചോദിക്കാത്തത്? അതിനെപ്പറ്റി ഒന്നും ആർക്കും മിണ്ടാട്ടല്ലേ? ഇപ്പൊ എന്തെങ്കിലും മിണ്ടിയാൽ, ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ ഉടൻ അവരെ അങ്ങ് ആക്രമിച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാലത്തും കാണാത്ത ഒരു പോക്കാണ് അവർ ഇപ്പൊ പോകുന്നത്. താങ്കൾ പറഞ്ഞതിൽ അത് ഇത്തിരി ഈ പറയുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, ഈ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സൈബർ അറ്റാക്ക് ചെയ്യും, വെർബൽ അറ്റാക്ക് ചെയ്യും, സെക്ഷൽ അറ്റാക്ക് ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ത്രയം ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞത് ഈ സതീശൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന താങ്കൾ ഉപയോഗിച്ച പദം, ആ പയ്യനെ തുടക്കത്തിലെ തന്നെ ആയിരുന്നില്ല എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ VD സതീശന് ബോധ്യപ്പെട്ടു, ഇങ്ങനെയുള്ള ആളുകളാണ് വേണ്ടുള്ളത്, ഇങ്ങനെ സെക്ഷൽ അറ്റാക്ക് നടത്തുന്ന ആളുകൾ വേണം, ഇങ്ങനെ വെർബൽ അറ്റാക്ക് നടത്തുന്ന ആളുകൾ വേണം, ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾ വേണം. പ്രതിസ്ഥാനത്ത് VD സതീശൻ തന്നെയാണ് ശരിക്കും നിൽക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ, ഒരു പെൺകുട്ടി വന്ന് പരാതി പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് കുറുമ്പാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന VD സതീശൻ അല്ലേ ഈ പറയുന്ന അക്രമ പ്രവർത്തനത്തിന്, ഈ മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ VD സതീശൻ അല്ലേ രാജിവെക്കേണ്ടത്? ശരിക്കും തീർച്ചയായിട്ടും അതിന് താങ്കൾ പറഞ്ഞ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കെതിരെ വളരെ ബുദ്ധിമുട്ടി പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. അപ്പൊ ആ വ്യക്തി ശംഭു പാൽക്കുളങ്ങര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ വ്യക്തിയെ തിരിച്ചെടുക്കാനായിട്ട് ഈ പാലോട് രവി നടത്തിയ നാടകങ്ങളെല്ലാം ഞാൻ പലതും നേരിൽ കണ്ടിട്ടുള്ളവനാ. അവസാനം ഒരു ദിവസം KPCCയിൽ വന്ന് അവിടെ ഒരു യോഗം നടക്കുമ്പോൾ ഇദ്ദേഹം വന്ന് KPCC പ്രസിഡന്റിനോട് പറഞ്ഞത് അയാളെ തിരിച്ചെടുത്തേ പറ്റൂ. അപ്പൊ അപ്പോഴും മറ്റൊരു വാക്കും പറയുന്നുണ്ട്, എന്നെ പുറത്താക്കുകയും വേണം. ആയിക്കോട്ടെ, അതിപ്പോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്നിട്ട് ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അപ്പോഴും പറയുന്നില്ല. അപ്പൊ എന്നിട്ട് ആ കേസുകാരൻ അന്ന് പറഞ്ഞത് അത് ബുദ്ധിമുട്ടാണ്, സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ സതീശൻ വലിയ സമ്മർദ്ദം ചെലുത്തി ഇയാളെ തിരിച്ചെടുത്തു. അപ്പൊ ഈ പറഞ്ഞ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ കുറുവാ സംഘങ്ങളും സതീശനോടൊപ്പമാണ്. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. അതിൽ ആരെയാണ് DC പ്രസിഡന്റ് ആക്കാൻ സതീശൻ നടക്കുന്നത്? എന്താ ഇവിടെ വേറെ ആരും ഇല്ലേ? അപ്പൊ ആ രീതിയിൽ ജയിലിൽ കിടന്ന ആളും പല പ്രശ്നങ്ങളിൽ പെട്ട ആളും ഇന്നും അതുപോലെ പ്രവർത്തിക്കുന്ന ആളുമാണ് ആ വ്യക്തി. ആ വ്യക്തിയെ DCC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് സതീശൻ വാദിക്കുമ്പോൾ അപ്പൊ സതീശന്റെ നിലവാരം എന്താണ്? നമുക്ക് നേരത്തെ എറണാകുളത്തുള്ള ഒരു സ്ത്രീ
പച്ചയ്ക്ക് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. എന്തേ സതീശൻ അവർക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാത്തെ? അത് ഇന്നും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടല്ലോ. എന്തേ മിണ്ടാത്തത്? അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിലാണല്ലോ ഈ സംഭവം. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കൂ, അതായത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തിരിച്ച് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം അത് ഉന്നയിക്കുന്ന ആളിനല്ല, അത് കേൾക്കുന്ന ആളിനാണ്. സതീശനാണ് ആ കാര്യത്തിൽ വിക്ടിം ആണല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അയാളാണല്ലോ വിക്ടിം എന്ന് പറയുന്നത്. എന്തേ അയാൾ പ്രതികരിക്കുന്നില്ല? അയാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ പല ഇന്നലെ തന്നെ ഞാൻ ഏഷ്യാനെറ്റ് കണ്ടപ്പോൾ അതിനകത്ത് വിനു വി ജോൺ ഈ നൌഷാദ് അലിയോട് ചോദിക്കുന്നത്, ഞാൻ ഈ ഫ്ലോറിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, നിങ്ങളുടെ MLA വന്ന് ഒന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവരോടെങ്കിലും ഒന്ന് പറയാവോ? ഉത്തരവില്ല. ഇത് പല ആൾക്കാർക്കും ഇതിനകത്ത് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവാണ്. വ്യക്തിപരമായി താങ്കൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, അവർ കറക്റ്റായിട്ട് അത് പറയും. അതാണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ. ഒരു തീവ്രവാദ സംഘത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ, പ്രവർത്തകരായിരുന്നാലും നേതാക്കളായിരുന്നാലും അവരുടെ കുടുംബക്കാരായിരുന്നാലും ഒരുപാട് അനാവശ്യം പറയുമ്പോൾ പലരും എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. എന്തോ ചെയ്തോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിലുള്ളതിനേക്കാൾ ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരും ചോദിക്കാൻ കഴിയില്ല. അതിന് നട്ടലുള്ള നേതാക്കളും ഇന്ന് പാർട്ടിക്കകത്തില്ല. അതാണ് ഇതിനകത്ത് ഇപ്പൊ നടന്നു പോകുന്ന ഒരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ ഉദയകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഉദയകുമാർ കൂടി നേരത്തെ തന്നെ തലസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്ന് ഉദയകുമാറാണ് കൃത്യമായി കണ്ടത് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും KPCC അധ്യക്ഷനടക്കം ചില പരാതികൾ വന്നിരുന്നു, അതെല്ലാം അവർ മുക്കുകയായിരുന്നു. സതീശൻ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള പെർവേർട്ടഡ് മനസ്സുള്ളവരെ ഈ കൂടെ ചേർക്കുകയും വലിയ തരത്തിലൊരു മാഫിയ സംഘമായി, തീവ്രവാദ സംഘമായി കോൺഗ്രസ് മാറുകയും ചെയ്തു എന്നാണ് മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയായ ഉദയകുമാർ പ്രതികരിച്ചത്.